What's up guys, this is Srivin here from Yumi and Tech. Welcome to our latest video. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായ OnePlus Liteനെ പറ്റിയിട്ടാണ്. ചേട്ടാ ആ പേര് മാറ്റിയിട്ടാ? മാറ്റിയാ? ഇപ്പൊ Z ആണ്. ഓക്കെ റീടേക്ക്. What's up guys, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായ OnePlus Zനെ പറ്റിയിട്ടാണ്. ചേട്ടോ ആ പേര് മാറ്റി. പിന്നെയും മാറ്റിയാ? ഇപ്പൊ നോഡാണ്. നോഡാ? OnePlus Nord എന്തുട്ടത്? വാട്ട്സ് അപ്പ് പീപ്പിൾ, ശ്രീവൻ ഹിയർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമില്ല എല്ലാവർക്കും? എങ്ങനെയുണ്ടായിരുന്നു വീക്കെൻഡൊക്കെ? ഗുഡ്. ഓക്കെ, സോ നിങ്ങൾ ഇൻട്രോ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഈ പേരിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം ഇത് OnePlus Lite ആയിരുന്നു, പിന്നെ അത് Z ആയി മാറി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ പേര് വന്നിട്ടുള്ളത് OnePlus Nord എന്നാണ്. ജെനുവിനായിട്ടുള്ള ചില വെബ്സൈറ്റുകളെല്ലാം ഈ സ്മാർട്ട് ഫോണിനെ ഇപ്പോൾ നോഡ് എന്നാണ് വിളിക്കുന്നത്, OnePlus Nord. ഈ പേരിന് ഒരു ജെനുവിനിറ്റി കൊടുക്കുന്ന ഒരു പ്രൂഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പിക്ചർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു OnePlusന്റെ. സോ OnePlusന്റെ എന്തോ ഡോക്യുമെൻ്റ് ആണ്. സോ ആ പിക്ചറിൽ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ നോഡ് എന്ന് എഴുതിയത് കാണാൻ പറ്റും. സോ ഇത് വലിയൊരു പ്രൂഫായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇതിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അതേസമയം OnePlusZ അല്ലെങ്കിൽ OnePlusZ എന്നൊക്കെ ഉള്ള പേരുകളുണ്ടല്ലോ, അതങ്ങോട്ട് പെട്ടെന്നൊന്നും തള്ളിക്കളയാനും നമുക്ക് പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ OnePlus ഒരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് അവരിട്ടിരിക്കുന്നത് OnePlus Lite Z Thing എന്നാണ്. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. സോ നമ്മൾ റിക്വസ്റ്റ് അയച്ച് അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അതിലുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിൽ OnePlusനെ കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാ ബ്രാൻഡുകളുള്ളൂ. ഒട്ടും കാശലവില്ലാണ്ട് എങ്ങനെ ഒരു ഡിവൈസ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് അവരെ കണ്ട് തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, കിട്ടില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് അവരുടെ. സോ ഈ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മിഡ് റേഞ്ച് ഡിവൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പോസ്റ്റുകളൊക്കെ കാണാം. ഓക്കെ, ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല, പേര് റിവീൽ ചെയ്തില്ല, സ്പെസിഫിക്കേഷൻ ഒന്നും അവർ റിവീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ പല വീഡിയോകളിലൂടെയും പല പോസ്റ്റുകളിലൂടെയും അവർ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. സോ ഈ ഫോണിനെ പറ്റിയിട്ട് കൺഫേം ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സോ അതിലൊന്നാണ് ഇതെന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകണമെന്നുള്ളത്. ഡെഫിനറ്റ് ആയിട്ട് ഇത് ലോഞ്ച് ചെയ്യാൻ പോണത് ഈ വരുന്ന ജൂലൈയിലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കൗണ്ടിൽ അവരൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, കുറച്ച് നമ്പേഴ്സൊക്കെ ഇട്ടിട്ട് ഒരു മോഴ്സ് കോഡാണ് അവരിട്ടത്. സോ അത് നമുക്ക് ഡീകോഡ് ചെയ്യണം. സോ അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. ഓക്കെ, സോ ഇത് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജൂലൈയിലാവും ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ചില റൂമേഴ്സ് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ട്. സോ ആ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 10th ആണ്. ഒരു സൈഡ് നോട്ട്, ആക്ച്വലി അവർ ഒരു 4 എപ്പിസോഡ് വരുന്ന അവരുടെ ഡോക്യുമെന്ററി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജൂൺ 30th. സോ ഇതിൽ അവർ ആക്ച്വലി കവർ ചെയ്യുന്നത് OnePlus One എന്ന ഏറ്റവും ഫേമസ് നമ്മുടെ എന്താ പറയുക ടിപ്പിക്കൽ OnePlus മോഡൽ ഉണ്ടല്ലോ. സോ ആ ഡിവൈസ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ആ ജേർണി, സോ ഇതൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററി, 4 എപ്പിസോഡ് വരുന്ന ഡോക്യുമെന്ററിയാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഡോക്യുമെന്ററിയുടെ പേരും ഇവർ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ OnePlusന്റെ ഫൗണ്ടർ ഉണ്ടല്ലോ കാൽപൈ, സോ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് ബീൻ എ വൈൽ എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ഈ കാണുന്ന ട്വീറ്റുകളും നമ്മൾ ഈ കാണുന്ന ഡോക്യുമെന്ററി ന്യൂ ബിഗിനിങ് എന്നൊക്കെ പേരിട്ടുണ്ടല്ലോ, പിന്നെ ഗോ ബാക്ക് ടു അവർ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ലൈൻസും ബാക്കി എല്ലാം, എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് OnePlus One എങ്ങനെയായിരുന്നു, ഒരു പക്ക ഫ്ലാഗ്ഷിപ്പ് കില്ലർ അല്ലേ. സോ അതേപോലെ തന്നെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് OnePlus Nordലൂടെ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് OnePlus Nordന്റെ പ്രൈസിംഗ് ആണ്. ഓക്കെ, സോ ഈ പ്രൈസിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് OnePlus Oneനോട് അടുത്ത് പുറത്ത് കിടക്കുന്ന ഒരു പ്രൈസിംഗ് ആണ്. സോ റഫ് ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് OnePlus Nordന്റെ പ്രൈസ് എന്ന് പറയുന്നത് 25,000 അടുത്തായിരിക്കും. മേ ബി സ്വല്പം കൂടിയേക്കാം 1-2 മോഡലിന്, മേ ബി അതിൽ നിന്ന് കുറയാം, ബട്ട് ഇറ്റ് വിൽ ബി അറൌണ്ട് 25,000. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഡീൽ. സോ 2 ദിവസം മുന്നാണ് Realme X3 സൂപ്പർ സൂം ഒക്കെ ഇറങ്ങിയത്. സോ ആ ഡിവൈസ് വാങ്ങാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു കൺഫ്യൂസിങ് ഡിസിഷൻ ആയി മാറാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ പേര് എനിക്ക് തോന്നുന്നത് OnePlusനെ പ്രിഫർ ചെയ്യുള്ളൂ, കാരണം അവരുടെ ബ്രാൻഡ് വാല്യൂ, ആ ബ്രാൻഡിന്റെ ക്വാളിറ്റി. സോ
ഇതിലൊക്കെ കുറച്ചുകൂടി അധികം വിശ്വാസം ഉണ്ട് നമുക്ക്. സോ ഡെഫിനറ്റ്ലി കൂടുതൽ ആൾക്കാരും OnePlus Nord എടുക്കാനാണ് ചാൻസ്. സോ ഇനി ഈ ഫോണിന്റെ ആക്ച്വൽ സ്പെസിഫിക്കേഷനെ പറ്റി നമുക്ക് സംസാരിക്കാം. പേരിൽ മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത്, ബട്ട് കുറെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി കൺഫേംഡ് ആണ്. OnePlus Nordന് ആക്ച്വലി ഉണ്ടാവേണ്ടിയിരുന്നത് ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ടിൽ. അത് കറക്റ്റ് എക്സാക്ട്ലി സെന്ററിൽ നമ്മുടെ സാംസങ് ഒക്കെ പോലെ. സോ അങ്ങനത്തെ ഒരു ക്യാമറയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ആദ്യത്തെ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് OnePlus Nordന് ഉണ്ടാവാൻ പോകുന്നത് ഒരു ഡുവൽ സെൽഫി ക്യാമറയാണ്. അതായത് 8 മെഗാ പിക്സൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ 12 മെഗാ പിക്സൽ വരുന്ന ഒരു പ്രൈമറി സെൽഫി ക്യാമറ ഉണ്ടാവും. ഇനി റിയർ ക്യാമറയിലേക്ക് ഒന്ന് നോക്കിയാലോ. ഇവിടെ ഒരു 64 മെഗാ പിക്സൽ അല്ലെങ്കിൽ ഒരു 48 മെഗാ പിക്സൽ വരുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറയുന്ന പ്രോസസ്സർ ആയിരിക്കും OnePlus Nordന് ഉണ്ടാവുക. ഈ പ്രോസസ്സറിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. മിഡ് റേഞ്ച് കാറ്റഗറിയിൽ, അതായത് അഫോർഡബിൾ റേഞ്ചിലേക്ക് ഒരു 5G കേപ്പബിലിറ്റി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സർ ആയിരിക്കും 765G എന്ന് പറയുന്നത്. സോ ഈ 765Gന്റെ പെർഫോമൻസിനെ പറ്റി നമുക്ക് ആക്ച്വൽ എന്താ പറയുക ഒരു ബെഞ്ച് മാർക്ക് ഡാറ്റ ഒന്നും നമ്മുടെ കയ്യിലില്ല. ബട്ട് ഡെഫിനറ്റ്ലി 730Gനേക്കാളും നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പ്രോസസ്സറിന് വലിയൊരു സവിശേഷത എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ Pixel 5 വരാൻ പോകുന്നുണ്ടല്ലോ. ഈ വർഷം എൻഡിൽ വരും Pixel 5. സോ ഈ ഇറങ്ങാൻ പോകുന്ന Pixel 5ന് ഇതേ സെയിം പ്രോസസ്സറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് മറ്റൊരു റൂമർ. ഓക്കെ, ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള റൂമർ തന്നെയാണ് ഇത്. അതേപോലെ തന്നെ ഈ ഫോണിന് കിട്ടാൻ പോകുന്ന ഡിസ്പ്ലേ 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഉണ്ടാവും. ഇനി കൺഫേം ആയിട്ടുള്ള റാം ആൻഡ് സ്റ്റോറേജ് നോക്കാം. 8GB 128GB വേരിയന്റ് ഓൾമോസ്റ്റ് കൺഫേംഡ് തന്നെയാണ്. 12GB 256GB ഉള്ള ഒരു വേരിയന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും ഓൾമോസ്റ്റ് കൺഫർമേഷൻ ഉണ്ട്. 6GB 128GB വേരിയന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചെറിയൊരു ഡൗട്ട്. സോ 25,000 താഴെ ഒരു മോഡൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി 6GB വേരിയന്റ് ഉണ്ടാകണം. ബാറ്ററി 4300 mAhന്റെ ബാറ്ററിയാണ്. 30 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റിയും ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ OnePlus Lite അല്ലെങ്കിൽ OnePlusZ അല്ലെങ്കിൽ OnePlus Nord ഈ ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇപ്പോൾ തന്നെ Amazon.in നമ്മുടെ ഇന്ത്യൻ വെബ്സൈറ്റിൽ ഒന്ന് പോവുക. OnePlus Nordന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് പേജ് നമുക്ക് കാണാൻ പറ്റും. അവിടെ സ്പെസിഫിക്കേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തിട്ടുള്ളത് ഇറ്റ്സ് ബീൻ എ വൈൽ സോ സ്റ്റേ ട്യൂൺഡ് എന്നാണ്. ഇതേ പേജിലൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, ഒരു പോൾ കാണാൻ പറ്റും. അതായത് ഈ വരാൻ പോകുന്ന OnePlusന്റെ ഡിവൈസ് ഉണ്ടല്ലോ, അതിന് ഏത് പേരാണ് കൂടുതൽ സ്യൂട്ടബിൾ അല്ലെങ്കിൽ അതിന് ഏത് പേരാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന്റെ ഓപ്ഷൻസ് രണ്ടേ കൊടുത്തിട്ടുള്ളൂ. OnePlus Lite വേണോ OnePlusZ വേണോ എന്നുള്ളത്. അപ്പോൾ ഈ OnePlus Nord അവിടെ പോയി. അതും ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. സോ ആക്ച്വലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ വാരിയന്റിന് എക്സാക്ട്ലി എന്താണ് പേര് വരാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും വളരെ സർപ്രൈസിങ് ആയിട്ട് തന്നെയാണ് OnePlus വെച്ചിട്ടുള്ളത്. അതിന് OnePlusനെ സമ്മതിച്ച് തന്നെ കൊടുക്കണം. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഔട്ട് ആയിട്ടുണ്ട്. അതായത് ഈ OnePlus Nord എന്ന് പറഞ്ഞ ഈ മോഡൽ ഉണ്ടല്ലോ, ഇത് ആദ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇന്ത്യയിലും യൂറോപ്പിലാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാ ഇത് US-ലേക്കൊക്കെ എത്തുള്ളൂ. സോ അത് നമുക്കൊക്കെ നല്ലൊരു കാര്യമല്ലേ? ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് OnePlus Lite അല്ലെങ്കിൽ OnePlusZ അല്ലെങ്കിൽ OnePlus Nord എന്ന് പറയുന്ന ഈ ഡിവൈസിനെ പറ്റിയിട്ട് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നോക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ജൂലൈ വരെ, സ്പെഷ്യലി ജൂലൈ 10th വരെ എങ്ങനെ ഉണ്ടാവും OnePlus Nord എന്ന് കാത്തിരുന്ന് കാണാം. അതേപോലെ തന്നെ ഈ ഡിവൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും കമന്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക. ഓൾസോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം കിടിലൻ സൂപ്പർ വീഡിയോസ് ഓൾറെഡി ക്യൂവിലാണ്. കൂടുതൽ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. So subscribe ചെയ്യുക, notification bell icon turn on ചെയ്യുക. I'll be back with another great video. Till then, bye.